ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷംനാസ് കിച്ചൺ ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോയുടെ റെസിപ്പിയുമായിട്ടാണ്. മട്ടൻ കറിയാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒറട്ടിയും മട്ടൻ കറിയാണ് ചെയ്തത്. ഒറട്ടിയും മട്ടൻ കറിയും സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ ഒറട്ടിയുടെ റെസിപ്പി ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് മുകളിൽ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണണേ. എല്ലാവരും ട്രൈ ചെയ്യണേ. 1 കിലോ മട്ടൻ്റെ അളവാണ് ഞാനീ പറയുന്നത്. ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, ഒരു തക്കാളി, 2 പച്ചമുളക്, ഒരു സവോള, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ നമ്മളിവിടെ ചെയ്യുന്നത് ചെറിയ ഉള്ളിയിലാണ് ഈ മട്ടൻ കറി ചെയ്യുന്നത്. എല്ലാം നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളിയിൽ മട്ടൻ കറി ചെയ്താൽ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്യണം. പിന്നെ മട്ടൻ എടുക്കാൻ നേരത്ത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലും കഷ്ണവുമായിട്ടുള്ള മിക്സായിട്ടുള്ളതേ എടുക്കാവൂ. എന്നാലേ നമ്മുടെ മട്ടൻ കറി നല്ല ടേസ്റ്റ് ആവുള്ളൂ. ഒരു പ്രഷർ കുക്കറിലാണ് ഞാനിവിടെ ചെയ്യുന്നത്. പ്രഷർ കുക്കർ വെച്ചിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് ഒരു 4 ഗ്രാമ്പൂ, 3 ഏലക്ക, ഒരു 2-3 പീസ് ബേ ലീഫ്, പിന്നെ ഒരു സിനമൺ സ്റ്റിക്ക് പൊടിച്ചിടുക. ഒരു ചെറിയ സ്പൂണ് പെരിഞ്ജീരകം. ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. നല്ല ഒരു മണം വരും മസാലയുടെയൊക്കെ. അതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി ഞാനിവിടെ പേസ്റ്റ് ആക്കിയില്ല, ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അപ്പം ഈ ആദ്യത്തെ ടിപ്പെന്ന് വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല മൂത്ത് വരണം. എന്നാലേ നമ്മുടെ മട്ടൻ കറി നല്ല ടേസ്റ്റിയും ആവുകയുള്ളൂ. അതിലേക്ക് 2 പച്ചമുളക് ഇടുക, കുറച്ച് കറിവേപ്പില, എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ല ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയും ചെറിയ ഉള്ളിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. മട്ടൻ കറി ചെറിയ ഉള്ളിയിൽ ചെയ്താൽ നല്ലൊരു സൂപ്പർ ടേസ്റ്റാണ്. അപ്പം നമ്മുടെ ഉള്ളിയെല്ലാം നമ്മളിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഉള്ളി വഴണ്ട് വരാൻ ആവശ്യത്തിന് ഉപ്പൂടെ ഇട്ട് കൊടുക്കാം. എന്നാലേ നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴണ്ട് വരത്തുള്ളൂ. പിന്നെ രണ്ടാമത്തെ ടിപ്പെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇട്ട് കൊടുക്കുന്ന ഉള്ളി ഉണ്ടല്ലോ, വെന്ത് നല്ല ഉടഞ്ഞു വരണം. അപ്പോഴാണ് നമ്മുടെ മട്ടൻ കറിയുടെ ഗ്രേവി നല്ല തിക്കായിട്ടുള്ള നമുക്കൊരു ഗ്രേവി കിട്ടത്തുള്ളൂ. അപ്പം അതൊന്ന് എല്ലാവരും ശ്രദ്ധിക്കണേ. ഇതെല്ലാം നമ്മുടെ ആദ്യത്തെ ടിപ്പെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ഉള്ളിയിൽ തന്നെ മട്ടൻ കറി ചെയ്യാൻ നോക്കുക. രണ്ടാമത്തേന്ന് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി നല്ല മൂപ്പിച്ചെടുക്കുക. പിന്നെ നമ്മുടെ ഇടുന്ന സവോളയും പച്ചമുളകും എല്ലാം നല്ല വെന്ത് ഉടഞ്ഞു വരണം. അപ്പോഴേ നമ്മുടെ ഗ്രേവി നല്ല ടേസ്റ്റ് ആവുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ എല്ലാവരും. ഇനി എടുത്തു വെച്ചേക്കുന്ന ഒരു തക്കാളി ഇട്ട് കൊടുക്കാം. ഒരു തക്കാളിയുടെ കുറച്ചൊരു 2 പീസ് നമുക്ക് മാറ്റി വെച്ചേക്കാം. ബാക്കിയെല്ലാം ഞാനിപ്പോൾ ഇട്ടിട്ടുണ്ട്. അത് നമുക്കൊരു അപ്പുറത്തെ അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് സാദാ എരിയുള്ള മുളക് പൊടിയാണ്. അത് 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ആ പച്ച ചുവയൊക്കെ മാറി നല്ലൊരു മണം വരും. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വെക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ മസാല കരിഞ്ഞു പോയാൽ പിന്നെ മട്ടൻ കറി പിന്നെ ഒന്നും കൊള്ളൂല. പിന്നെ 1 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇട്ട് കൊടുക്കണം, ഒരു കളറിന് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ അപ്പുറത്ത് അടുപ്പിൽ വെച്ചേക്കുന്ന ആ സവാളയൊക്കെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ അടി പിടിച്ചു പോവും. നമ്മുടെ ഇപ്പം മസാലയൊക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട്, നല്ലൊരു മണം വരുന്നുണ്ട്. ആരും കരിച്ച് കളയരുത്. അപ്പോൾ അതെല്ലാം ഒന്ന് ശ്രദ്ധിക്കണേ. ഇനി നമ്മുടെ സവോളയെല്ലാം നന്നായിട്ടിപ്പം വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ചേക്കുന്ന മട്ടൻ ഇട്ട് കൊടുക്കാം. മട്ടൻ എടുക്കുമ്പോഴും എല്ലും കഷ്ണങ്ങളും എല്ലാം മിക്സഡ് ആയിട്ടുള്ള മട്ടൻ തന്നെ സെലക്ട് ചെയ്യാൻ നോക്കുക. ഈ മട്ടൻ്റെ ഈ തുടഭാഗമുണ്ടല്ലോ, അത് വാങ്ങിച്ചാലാണ് കുറച്ചുകൂടെ നല്ലത്, ടേസ്റ്റിയായി നല്ല എല്ലാം കൂടെ മിക്സ് ആയിരിക്കും. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കണം. മട്ടൻ്റെ ആ ഒരു കളർ ചേഞ്ച് വരുന്നത് വരെ ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു വൈറ്റ് കളർ ആകുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയുടെ എല്ലാ ഇതും മട്ടനിൽ ഇറങ്ങട്ടെ. അപ്പം ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന മസാല നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതും ഇട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. അതും ഇട്ട് ഒരു 5-6-7 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇട്ട് കൊടുക്കണം. അപ്പം എന്നാലേ നമ്മുടെ ഇറച്ചിയിൽ ആ മുളകിൻ്റെയും ഇതിൻ്റെയൊക്കെ ഫ്ലേവർ ഇറങ്ങി ചെല്ലത്തുള്ളൂ.
ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് അടിപൊളി നമ്മളെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ നല്ല മട്ടൻ കറി നമുക്ക് കിട്ടും. അതിലേക്ക് 1 സ്പൂണ് നല്ല ഫ്രഷായിട്ടുള്ള കുരുമുളക് പൊടിച്ചതും ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുമ്പോൾ ഈ കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക് കറിവേപ്പില മട്ടൻ കറിയിൽ ഇടുന്നത് നല്ലതാണ്. അപ്പം എല്ലാം കൂടി ഇട്ട് ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഞാനിവിടെ ചൂടുവെള്ളമാണ് എടുത്തേക്കുന്നത്. തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. 1.5 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ മട്ടനിൽ നിന്ന് ഓൾറെഡി വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ 1.5 ഗ്ലാസ് വെള്ളമേ എടുത്തിട്ടുള്ളൂ. അപ്പം അതനുസരിച്ച് നിങ്ങളും എടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ഞാനിവിടെ 1 മുതൽ 2 ഫിസിൽ കേൾക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക്. ബാക്കി നമുക്ക് മട്ടൻ ഫിസിലില്ലാതെ തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. 2 ഫിസിലിൻ്റെ ആവശ്യമേ ഉള്ളൂ. നമ്മുടെ മട്ടനൊക്കെ നല്ല അതിൽ നിന്നൊക്കെ നല്ല ചാറും ഇതെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ആ നെയ്യൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തിട്ടതിന് ശേഷം ഒരടപ്പ് വെച്ച് നമുക്കിനി വേവിച്ചെടുത്താൽ മതി കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് 5 മിനിറ്റ് കൂടുമ്പോൾ ഇളക്കിയിട്ട് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഈ സമയത്ത് നോക്കുക. എരിവെല്ലാം കുറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുക. ഉപ്പൊക്കെ നോക്കുക. കുറവാണെങ്കിൽ നിങ്ങൾ ആ സമയത്ത് ഇനി ആരും മുളക് പൊടി ഇടരുത്. നല്ല ഫ്രഷായിട്ടുള്ള കുരുമുളക് പൊടിച്ചത് ഇനി ഇട്ട് കൊടുക്കാവൂ. 1 സ്പൂണ് ഞാനിവിടെ കുറച്ച് കുറവായിരുന്നു. അങ്ങനെ 1 സ്പൂണ് കുരുമുളക് പൊടി പിന്നെ ഗരം മസാലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഒരു പാത്രം വെച്ച് അടച്ച് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് മട്ടൻ നന്നായിട്ട് വേവിച്ച് തന്നെ എടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ നമ്മൾ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നല്ല മട്ടൻ വേവിച്ചെടുക്കുക. എന്നാലേ ആ മട്ടൻ്റെ ഇതെല്ലാം ആ ചാറിലും ആ ചാറിൻ്റെ ഇതെല്ലാം മട്ടനിലും ഒക്കെ പിടിച്ച് നല്ലൊരു ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഒരു ടിപ്പാണ്. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് നോക്കണേ മട്ടൻ കറി വയ്ക്കുമ്പോൾ. പിന്നെ നിങ്ങൾ ഇപ്പം വൈകിട്ട് കഴിക്കാനാണെങ്കിൽ നിങ്ങൾ ഒരു ഉച്ചയ്ക്കൊക്കെ ഈ മട്ടൻ കറി വെച്ചിരുന്നാൽ അതിൻ്റെ എരിയെല്ലാം ആ മട്ടൻ പീസസിൽ പിടിച്ച് വൈകിട്ടാകുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും. അല്ലാതെ കറി വെച്ച് ചൂടോടെ എടുത്ത് കഴിച്ചാൽ അതിനൊരു ടേസ്റ്റ് കാണത്തില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കണം. പിന്നെ ഞാൻ നേരത്തെ മാറ്റി വെച്ചിരുന്ന 2 പീസ് തക്കാളിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നമ്മുടെ മട്ടൻ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചാറൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.